നാട്. നെഞ്ചു വിരിച്ച് തല ഉയർത്തി ഞാനും നിങ്ങൾ അഭിമാനിച്ചിരുന്ന ഈ നാടിനും നാട്ടാർക്കും ഇന്ന് എന്തു പറ്റി? ഞാനും നിങ്ങളും എന്തേ ഇങ്ങനെയൊക്കെയായി? കള്ളും സരിതയും കഞ്ചാവും ഒക്കെ എന്തേ നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയത്തെയും സാമൂഹിക ജീവിതത്തെയും എന്തിന് നമ്മുടെയൊക്കെ പരിപാവനമായ കലാലയ അന്തരീക്ഷത്തെ പോലും മലീമസമാക്കി? ഒന്നേ ഉള്ളൂ ഉത്തരം. നമ്മുടെയൊക്കെ കുടുംബാന്തരീക്ഷം പാടെ മാറിപ്പോയി. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനം സാധ്യമാകേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തെ ഗ്രസിച്ചിരിക്കുന്ന നിശബ്ദമായി വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരർത്ഥത്തിൽ സൈലന്റ് ടെററിസം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മദ്യമയക്കുമരുന്ന് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഈ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും രക്ഷിക്കാനായി ഞാനും നിങ്ങളും അടങ്ങുന്ന മിഷൻ ലീഗിന്റെ കർമ്മധീരരായ പോരാളികൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും എന്നുറക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മിഷൻ ലീഗിന്റെ പോരാളികൾ എന്ന് ഞാൻ ചിന്തിച്ചുറച്ച വാക്കുകൾ തന്നെ ഉപയോഗിച്ചതാണ്. കാരണം സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കി വിശ്വാസം എന്ന പടച്ചട്ടയും ധരിച്ച് പ്രാർത്ഥന എന്ന വാളും വചനം എന്ന പരിചയമേന്തി മുന്നേറുന്ന ക്രിസ്തുവിന്റെ പടയാളികളാണല്ലോ നമ്മൾ മിഷൻ ലീഗ് അംഗങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ സാമൂഹിക തിന്മയ്ക്കെതിരെ പോരാടാൻ നമുക്കൊക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് തന്നെ മാർച്ച് ചെയ്യാം. ഞാൻ നിങ്ങളെ ഈ കഴിഞ്ഞ വർഷം ആദ്യ കുർബാന സ്വീകരണം നടന്ന നമ്മുടെ ഒരു കുഞ്ഞനുജത്തെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സമയക്കുറവ് മൂലം വളരെ ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ, അന്നത്തെ വീട്ടിലെ ആഘോഷത്തിനിടയിൽ അവളുടെ പിതാവും സുഹൃത്തുക്കളും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന വീടിന്റെ 2ാം നിലയിലേക്ക് രാവിലെ ദേവാലയത്തിൽ ഈശോയെ സ്വീകരിക്കാൻ പോയപ്പോൾ ധരിച്ച എല്ലാ വസ്ത്രങ്ങളും ധരിച്ച് മെഴുകുതിരിയും കത്തിച്ച് അവൾ കടന്നു ചെല്ലുന്നു. പിതാവിന്റെ മുമ്പിൽ മുട്ടിമേൽ നിന്ന് കരഞ്ഞപേക്ഷിക്കുന്നു, അപ്പച്ച, ഇന്നു മുതൽ എന്റെ ഹൃദയം സക്രാരിയാണ്. ഈ സക്രാരിയിരിക്കുന്ന വീട് അപ്പച്ചൻ മദ്യശാലയാക്കരുതേ. മദ്യപിച്ചുകൊണ്ടിരുന്നവരെല്ലാം തല താഴ്ത്തി മുറിവിട്ടുപോയി. ഈ രംഗം കണ്ട ബന്ധുക്കളിൽ ചിലർ പൊട്ടിക്കരഞ്ഞു. ആ പിതാവ് എഴുന്നേറ്റ് മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ, എനിക്ക് തെറ്റിപ്പോയി. മോളുടെ അപ്പച്ചൻ ഇനി മേലിൽ മദ്യപിക്കില്ല. പ്രിയമുള്ളവരെ, എങ്ങനെ സാധ്യമായി ഈ മാനസാന്തരം? ഈ കുഞ്ഞനുജത്തിയുടെ റോൾ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ പകർത്തേണ്ടിയിരിക്കുന്നു. പല കുടുംബങ്ങളിലും നമ്മുടെയൊക്കെ അമ്മമാരുടെയും സഹോദരന്മാരുടെയും കണ്ണുനീർ ഒരിക്കലും തോരുന്നില്ല. ഇവിടെയെല്ലാം എന്റെ റോൾ എന്തായിരിക്കണം? കുടുംബങ്ങളിൽ പരസ്പര ബഹുമാനം വളർത്തിയെടുക്കാൻ, പ്രത്യേകിച്ചും കുടുംബനാഥനെയും ജ്യേഷ്ഠന്മാരെയും അവരർഹിക്കുന്ന സ്ഥാനം നൽകി പരിഗണിക്കാൻ നമുക്ക് മുൻകൈയെടുക്കാം. ഇത്തരം പരിഗണനയിലൂടെ അവരെ കുടുംബത്തിന് എത്രമാത്രം വിലപ്പെട്ടവരാണെന്നും അവരെ കുടുംബത്തിന് എത്രമാത്രം ആവശ്യമുണ്ടെന്നും നമ്മുടെയൊക്കെ വാക്കുകളിലൂടെയും പെരുമാറ്റത്തിലൂടെയും അവരെ ബോധ്യപ്പെടുത്താം. ഇത്തരം ബോധ്യപ്പെടുത്തലിലൂടെയും പെരുമാറ്റത്തിലൂടെയും കുടുംബങ്ങളിൽ പരസ്പര സ്നേഹം വളർത്തിയെടുക്കാം. ഇതിനെല്ലാം നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു പ്രത്യേക ഘടകമാണ് ഒന്നിച്ചുള്ള കുടുംബ പ്രാർത്ഥന എന്ന കാര്യം പ്രത്യേകം നോക്കുക. കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള കുടുംബ പ്രാർത്ഥന അത് കുടുംബങ്ങളിൽ ഒരിക്കലും മുടക്കാതിരിക്കാൻ നമുക്ക് മുൻകൈ എടുക്കാം. തുല്യ പ്രാധാന്യമാണ് ഒന്നിച്ചുള്ള ഭക്ഷണം. ഒന്നിച്ചു പ്രാർത്ഥിക്കുകയും ഒന്നിച്ചു ഭക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബം ഒന്നിച്ചു നിൽക്കുമെന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകം നോക്കാം. കുടുംബാംഗങ്ങൾ ഒന്നിച്ചെന്നുള്ള സംസാരം അതും പ്രാധാന്യം നിറഞ്ഞതാണ്. ഇവയ്ക്കെല്ലാം ഒരു മുൻകൈ എടുക്കാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങളിൽ സാധ്യമാകേണ്ടിയിരിക്കുന്നു. എന്നാൽ ലഹരി വിമുക്ത കുടുംബങ്ങളുടെ വളർച്ചയിൽ മിഷൻ ലീഗ് അംഗങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെ നമുക്കൊന്ന് തിരുത്തി വിരസമായ കുടുംബങ്ങളെ ലഹരി നിറഞ്ഞതാക്കുന്നതിൽ മിഷൻ ലീഗ് അംഗങ്ങളുടെ പങ്ക് എന്ന് തിരുത്തിയാലോ? കുടുംബങ്ങളിൽ പരസ്പര ബഹുമാനത്തിന്റെ, അവരർഹിക്കുന്ന സ്ഥാനത്തിന്റെ, പരസ്പര സ്നേഹത്തിന്റെ, സർവോപരി പ്രാർത്ഥനയുടെ ലഹരി കൊണ്ട് നിറയ്ക്കാം. അങ്ങനെ ലഹരി നിറഞ്ഞതാണ് നമ്മുടെ കുടുംബങ്ങളെങ്കിൽ മറ്റൊരു ലഹരി തേടി നമ്മുടെ ചാച്ചന്മാരും ജ്യേഷ്ഠന്മാരും പോവില്ല. തീർച്ച. നമ്മുടെ മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ചരിത്രം നമുക്ക് ഓർക്കാം. കന്യകാ മഠത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ലോകം ചുറ്റി സഞ്ചരിച്ച് യേശുവിന് വേണ്ടി പ്രവർത്തിച്ചവരെ കൂടുതൽ ആത്മാക്കളെ തേടിക്കൊടുത്തത്
പ്രാർത്ഥന ഒന്നിലൂടെ മാത്രമാണ്. ഈ പ്രാർത്ഥന തന്നെ ആവട്ടെ നമ്മുടെയൊക്കെ വലിയ ആയുധം. നമുക്കൊക്കെ ചില പ്രതിജ്ഞകൾ എടുക്കാം. സേ നോ ടു ഡ്രിങ്ക്സ്, സേ നോ ടു ഡ്രഗ്സ്. നന്ദി, നമസ്കാരം.